ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BNB ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്ന ഓൾവേസ് ഹോം എന്ന് പറയുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സാങ്ങിനാണ് കാണിക്കുന്നത്. നിനക്ക് എന്ത് പറ്റി? നീ എന്തൊന്നും കഴിക്കാത്തത്? ഒന്നുമില്ല അമ്മ, എനിക്ക് വിശപ്പില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ കഴിച്ചോളാം. എങ്കിൽ ശരി, നിനക്ക് വിശപ്പ് വരുമ്പോൾ കഴിച്ചാലും മതിയെന്നും പറഞ്ഞാൽ അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വേണ്ടി പോകുമ്പോൾ അത് കുഴപ്പമില്ല അമ്മ, ഞാൻ എടുത്ത് വെച്ചോളാമെന്നും പറഞ്ഞാൽ അവൻ അത് എടുത്ത് വെക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ മകൻ ഇത്ര ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്നും പറഞ്ഞാൽ അവർ സന്തോഷിച്ച് അവിടെ ഒന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ഹുവായ ഷിൻജി അവരുടെ സീക്രട്ട് പ്ലേസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ കൂടെ തന്നെ ഒരു നായക്കുട്ടിയുണ്ട്, അതിൻ്റെ പേര് ഷിയാടി. അതിനെ ഹീറോയിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സാങ് ആ ഫുഡൊന്നും കഴിക്കാതെ ഹീറോയിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. നീ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? പെട്ടെന്ന് കഴിക്കുക. സാങ്ങിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. സാങ്ങിൻ്റെ അമ്മ ഉണ്ടാക്കിയതൊക്കെ നല്ല ടേസ്റ്റാണ്. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ സാങ്ങിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ അമ്മ ഉണ്ടാക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് അവളോട് കഴിക്കാൻ പറയുകയാണ്. അവളും അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണ്. ഈ സീക്രട്ട് പ്ലേസ് ഉണ്ടാക്കാൻ ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്ന നിനക്കറിയാമോ? ഞങ്ങളുടെ അമ്മമാർക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു പിടുത്തവുമില്ലെന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ സാങ്ങിൻ്റെ അമ്മ ഹുവായിക്ക് 2 ഡിഷും കൂടെ ഉണ്ട്, അത് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ് വിളിക്കുകയാണ്. ഹീറോയിനും ചെന്ന് നോക്കുമ്പോൾ അന്ന് അവൾ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ യുവമാർ ഇവിടെ നിന്നാണ് കണ്ടതെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ നീ അന്ന് ഇവിടെ നിന്നാണോ ഞാനിന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടത്? അത് നീ പേടിക്കണം, നമുക്ക് 2 പേർക്കും മാത്രമേ അറിയൂ. നീ അന്ന് കരഞ്ഞ കാര്യം ഞാൻ ആരോടും പറയാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ സാങ് ഫുഡും മേടിച്ചുകൊണ്ട് മുകളിലേക്ക് വരികയാണ്. നീ എത്ര നാളെന്ന് വെച്ചാൽ അവൾ കരഞ്ഞ കാര്യം പറഞ്ഞ് അവളിങ്ങനെ കളിയാക്കുന്നത്? നമുക്ക് 2 പേർക്കും മാത്രമല്ല ഇവനും അറിയാം. ഞാനന്ന് കരഞ്ഞിട്ടില്ലെന്ന് ഹീറോയിൻ എത്രയൊക്കെ പറഞ്ഞിട്ട് അവന്മാരത് വിശ്വസിക്കുന്നില്ല. സാങ് ഹീറോയിന് വേണ്ടി കൊണ്ടുവന്ന ഫുഡൊക്കെ കണ്ടിട്ട് നീ ഇത്രയും ഫുഡ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നു, ഞങ്ങളിങ്ങനെയൊക്കെ ഫുഡൊക്കെ ഷെയർ ചെയ്യും, നീയും ഇപ്പോൾ ഞങ്ങളിൽ ഒരാളായില്ലേ, നീയും ഇതൊക്കെ ശീലിച്ചോളാൻ പറയുകയാണ്. സാങ് ഹീറോയിനോട് നിൻ്റെ അമ്മ അടുത്ത പ്രാവശ്യം പുറത്ത് പോകുമ്പോൾ നീ ഉറപ്പായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വിഷമമാവും. ഹീറോയിനും ഞാനും ഇപ്പോൾ നിങ്ങളുടെ ഒരാളായില്ലേ, ഞാനും ഇതൊക്കെ പെട്ടെന്ന് തന്നെ ശീലിച്ചോളാം എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. നിനക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ സീക്രട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി, 10 മിനിറ്റിനുള്ളിൽ ഞങ്ങളിവിടെ ഉണ്ടാവും. എന്തായാലും നമ്മൾ പിന്നെയും 3 പേര് തന്നെയായി. 3 പേരോ? അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആളെവിടെ പോയെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, നീ എനിക്ക് ഹോംവർക്ക് എഴുതി തരുവാണെങ്കിൽ ഞാൻ പറയാം, പറയടാ എന്നും പറഞ്ഞ് ഹീറോയിൻ അവനെ നിർബന്ധിക്കുമ്പോൾ ലീറ്റൻ എന്ന് പറയുന്നൊരു പയ്യനും കൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ എങ്ങനെ പോയത്, അതിൻ്റെ കാരണമൊന്നും ഹീറോ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത ദിവസം ഹീറോയിൻ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകുകയാണ്. എന്നാൽ അതിലും പെട്ടെന്ന് അവിടെ അമ്മ ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി പോയതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതറിഞ്ഞ സാങ്ങിൻ്റെ അമ്മ ഹീറോയിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുത്തു വിടുകയാണ്. അടുത്ത ദിവസം എൻ്റെ അമ്മ നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരുമെന്ന് ജിൻഷിയും പറയുകയാണ്. അങ്ങനെ ജിൻഷിയുടെ അമ്മ ഉണ്ടാക്കിയുള്ള ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നാൽ ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും സാങ്ങിൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡാണ് ഇഷ്ടം. ജിൻഷി വെറുതെ ആ ഫുഡ് പട്ടിക്കിട്ട് കൊടുക്കുകയാണ്. എന്നാൽ അത് പട്ടി തിന്ന് ഇനി അവന് ഫുഡ് കഴിക്കാനില്ല, ഇനി ഞാൻ എന്ത് തിന്നുമെന്നും ചോദിച്ചാൽ അവൻ ആ പട്ടിയെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ അവരെല്ലാവരും ക്ലാസ്സിലെത്തിയിരിക്കുകയാണ്. സ്റ്റുഡൻസ് എല്ലാവരും ഹീറോയിനെ സാങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജിൻഷി അവരെല്ലാവരും ഒന്ന് പേടിപ്പിച്ച് നോക്കുമ്പോൾ അവരെല്ലാം അവിടെ ഒന്ന് എണീറ്റ് പോവുകയാണ്. ഇപ്പോൾ ശിശിയും ഹീറോയിൻ്റെ അടുത്ത് നീയും സാങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നീയും അവരെ പോലെ തുടങ്ങാതെ, ഞാനും അവനും തമ്മിലൊന്നുമില്ല, അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. സാങ് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇപ്പോൾ നല്ല രീതിയിൽ മാർക്കൊക്കെ ഉണ്ട്. ഇത് കണ്ട ശിശിയും ഞാനും നിങ്ങളോട് പഠിക്കാൻ വന്നിട്ടെന്ന് ചോദിക്കുകയാണ്. ഞാൻ സാങ്ങിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് ഹീറോയിനും പറയുകയാണ്. അങ്ങനെ വീക്കെൻഡ് ആയിരിക്കുകയാണ്. എല്ലാവരും സാങ്ങിൻ്റെ വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകുന്ന ജിൻഷി സാങ്ങിനോട് പറയുമ്പോൾ ഇല്ല, എനിക്ക് ഹുവായിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്, ഈ വീക്കെൻഡിൽ പടുത്തു ഇവളാണ് ഇവിടെ തിന്നാൻ മാത്രമേ വരത്തുള്ളൂ. അതിവിടെ സാങ്ങിൻ്റെ അമ്മ അവനെ വഴക്ക് പറഞ്ഞിട്ട് നീ ഇവിടെ തിന്നാൻ മാത്രമല്ലേ വരത്തുള്ളൂ, നീ പഠിത്തത്തിൽ വളരെ മോശമാണെന്ന് എനിക്കറിയാം, നിൻ്റെ അമ്മയോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ സാങ്ങിൻ്റെ അമ്മയോട് ആൻറ്റി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനേക്കാളും എനിക്കിഷ്ടം ആൻറ്റി ഉണ്ടാക്കുന്ന ഫുഡാണ്, ഇത് ഞാൻ ഉറപ്പായിട്ട് നിൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് ജിൻഷി പറയുമ്പോൾ നീയും പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് നല്ലതെന്ന് സാങ് അവളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇതെന്താ എല്ലാവരും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു വഴക്കുണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടണം എങ്കിൽ വാട നമുക്ക് വഴക്കുണ്ടാകുമെന്ന് പറഞ്ഞ് അവനെ വെല്ലുവിളിക്കുമ്പോൾ നിൻ്റെ ഇംഗ്ലീഷ് പണ്ടത്തിനേക്കാളും നന്നായിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് അവൻ അവളുടെ വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അത് എൻ്റെ വെള്ളമെന്നും പറഞ്ഞ് അവൾ ആ വെള്ളം തട്ടി മാറ്റുമ്പോൾ ഫ്രണ്ട്സ് ആകുമ്പോൾ വെള്ളമൊക്കെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ കഴിച്ച കൈ കൊണ്ട് അവളുടെ തലയിലൊന്ന് തൊടുകയാണ്. ഇച്ചിൽ കൈ കൊണ്ടാണ് അവളുടെ തലയിൽ തൊടുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ കൈ പിടിച്ചവൾ തിരിക്കുകയാണ്. കണ്ടില്ലേ, എൻ്റെ കൈ പിടിച്ചവൾ തിരിച്ചെന്നും പറഞ്ഞ് സാങ്ങിൻ്റെ അടുത്ത് നിന്ന് കംപ്ലൈൻറ്റ് പറയുകയാണ്. അയ്യോ ശിശി വരാൻ സമയമായെന്നും പറഞ്ഞ് ഹീറോയിനോട് ഒന്ന് പോവുകയാണ്. അവളുടെ പേര് കേട്ടോടനെ അപ്പോൾ അവളും ട്യൂഷൻ പഠിക്കാൻ വേണ്ടി നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ ഉണ്ടെന്ന് അവൻ പറയുമ്പോൾ ഇതെന്താ നീ നേരത്തെ എന്നോട് പറയുന്നത്, ഇന്ന് ഞാനിങ്ങനെ സംസാരിക്കില്ലെന്നും പറഞ്ഞ് അവനൊന്ന് സന്തോഷിക്കണം. അവൻ അവൾ വരുന്നതിൽ നല്ല സന്തോഷമുണ്ട്, എന്നാലത് പുറത്ത് കാണിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവളും അവിടേക്ക് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും ജിൻഷിയാണ് നോക്കുന്നത്. പഠിക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് അവൻ തന്നെ മുന്നിൽ വന്നിരിപ്പുണ്ട്. അതേസമയം സാങ്ങിൻ്റെ അമ്മ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. സാങ്ങിൻ്റെ അമ്മ പോകുന്നത് കണ്ടിട്ട് ഞാൻ വന്നുകൊണ്ടാണോ പോകുന്നതെന്ന് അവൾ ചോദിക്കുകയാണ്. അല്ലല്ല, ഞങ്ങൾ എല്ലാവരുടെയും അമ്മമാർ ഫ്രണ്ട്സാണ്, അവർക്ക് ഒരുമിച്ച് കളിക്കാൻ പോയതാണ്. അവൾ ചെറുപ്പം മുതലേ ഫ്രണ്ട്സാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവരെല്ലാവരും ചെറുപ്പം മുതലേ ഫ്രണ്ട്സാണ്. അങ്ങനെയാണെങ്കിൽ ടിയാൻ എന്താണ് നിങ്ങളുടെ സ്കൂളിലേക്ക് വരാത്തത്? അവൻ ഡോക്ടറിൻ്റെ പയ്യനാണ്. ടിയാൻ ആരാണെന്ന് മനസ്സിലായി. അന്ന് ക്ലാസ്സിൽ വെച്ച് എനിക്കറിയാമെന്നും പറഞ്ഞ് കൈ പൊക്കിയില്ലേ, ആ പയ്യനാണ്. നീ എന്താ സാങ്ങിനെ പോലെ മാർക്ക് മേടിക്കാത്തത്? സാങ്ങിനെ പോലെ മാർക്ക് മേടിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മുകളിൽ നിന്ന് ജിൻഷിയും അവൻ്റെ അമ്മയും കാണുന്നുണ്ട്. അവൻ്റെ അമ്മ ബാക്കിയുള്ളവരോട് പറയുകയാണ്. അതുകൊണ്ടാണ് അവൻ ഞങ്ങളോട് വരാത്തത്. സാങ് ഇപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. ജിൻഷി അതൊന്നും ശ്രദ്ധിക്കാതെ ശീശയുടെ അടുത്ത് ചെന്ന് നിൻ്റെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് അവളെ ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. സാങ് ഇത് കണ്ടിട്ട് നീ എന്തിനാ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത്? അവിടെ ഇരുന്നിട്ട് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അതിന് ഞാൻ പഠിപ്പിക്കുന്ന ഈ ബുക്കാണ്, നീ അവിടെ ചെന്ന് ഇരിക്കാൻ പറഞ്ഞ് അവനെ അവിടേക്ക് ഓടിച്ചു കൊടുക്കുകയാണ്. എന്നാലും ജിൻഷി അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഹീറോയിൻ ശീശയോട് നീ ഏത് ഷാമ്പു യൂസ് ചെയ്യുന്നത്, നല്ല മണമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ബ്രിട്ടീഷ് ബ്രാൻഡ്, എൻ്റെ അമ്മ എനിക്ക്
വീട്ടിലേക്ക് കൊണ്ടുവന്ന് അടുത്ത പ്രാവശ്യം നിനക്ക് വേണ്ടി കൊണ്ടുവരാമെന്ന് പറയുകയാണ്. സാങ് നല്ല രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ കണ്ട സാങ് ഞാൻ പഠിപ്പിക്കണോ അത് നിർത്തുമെന്ന് ചോദിക്കുകയാണ്. വേണ്ട പഠിപ്പിച്ചു, ഇനി ഞങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചോളാമെന്നും പറഞ്ഞ് അവർ പഠിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഷീഷയെ ഹീറോയിൻ കൊണ്ടുവിടാൻ വേണ്ടി ചെല്ലിക്കുകയാണ്. അപ്പോഴാണ് ഷീഷയെ പിക്ക് ചെയ്യാൻ വേണ്ടി കാർ വരുന്നത്. ഇവൾ നല്ല റിച്ചാണ്. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിക്കാതെ ഇവൾ സ്കൂളിൻ്റെ കുറച്ച് ദൂരെയായിട്ട് കാർ നിർത്തി അവിടെ നിന്ന് ഇറങ്ങി നടന്നാണ് വരുന്നത്. അടുത്ത ദിവസം ഹീറോയിൻ നിൻ്റെ കാറിൽ പോരുമല്ലേ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി, ഞാനിത് ആരോടും പറയില്ല, എന്തൊക്കെയാണ് നിനക്ക് പെട്ടെന്ന് വീട്ടിലെത്താമല്ലോ, പെട്ടെന്ന് വീട്ടിലെത്താം, എന്നാൽ നിങ്ങളുടെ അത്രയും രസമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഓരോ കഥയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിരിച്ച് കളിച്ച് വീട്ടിലേക്ക് പോയില്ലേ, അത് മാത്രമല്ല വീട്ടിലേക്ക് ചെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനോട് ഇരുന്നൂടെ. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാകുന്നത് അവിടെ പേരൻസ് വീട്ടിലില്ലെന്ന്. ഹീറോയിനും എൻ്റെ പേരൻസും വീട്ടിലില്ല, അവരും ജോലിക്ക് പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ അവൾക്കാണെങ്കിൽ അവളുടെ കാർ പിക്ക് ചെയ്യാൻ വന്ന മെസ്സേജ് വരികയാണ്. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹീറോയിൻ ചോദിച്ചാൽ ഷാമ്പു എടുത്ത് കൊടുക്കുകയാണ്. അത് കുറച്ച് എക്സ്പെൻസീവാണ്. ഇതിൽ ഹീറോയിൻ ചോദിച്ചതുകൊണ്ട് തന്നെ അവൾ അതെടുത്ത് കൊടുക്കുകയാണ്. ശേഷി ഒരു പാവമാണെന്ന് ഹീറോയിന് മനസ്സിലായി. ഹീറോയിൻ ആ ഷാമ്പു കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ജിൻഷി ഏതൊരു ക്ലിനിക്കിലേക്ക് കയറി പോകുന്നതായിട്ട് കാണുകയാണ്. അടുത്ത സീനിൽ ഹീറോയിൻ അവളുടെ അമ്മയ്ക്ക് ആ ഷാമ്പൂവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാൻ എക്സാമിന് ഫസ്റ്റ് വന്നു, അതുകൊണ്ട് അവൻ്റെ വീട്ടിലെ ഫുഡ് നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഈ എക്സാമിന് ഞാൻ നന്നായിട്ട് എഴുതിയില്ല, ഞാൻ വരണോ, അതൊന്നും കുഴപ്പമില്ല, നീ എന്നാണ് എക്സാമിന് ഫസ്റ്റ് വരുന്നത്, അന്ന് ഇതുപോലെ ഞാനും ഒരു പാർട്ടി വെക്കുമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുകയാണ്. നാലാൾ കൂടുമ്പോൾ എന്താ അവർ സംസാരിക്കാറ്, അവരുടെ മക്കളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയുടെ കാര്യം ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, സാർ അവനെ നിർബന്ധിച്ച് കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ ഹീറോയിൻ ആലോചിക്കുകയാണ്. അവൻ ആ ക്ലിനിക്കിലോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടായില്ലേ, പിന്നെ എന്തിനാ അവൻ വീട്ടിൽ കള്ളം പറഞ്ഞത്, സാങ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ സാങ് നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ, അവൻ ലോകത്തിൽ തന്നെ ടോപ്പ് 5 യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ അപ്ലൈ ചെയ്യൂ. അത് കേട്ടാ ടിയാൻ ദേഷ്യത്തോടെ അവിടെ നിന്നിട്ട് പോവുകയാണ്. അവനത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഹീറോയിനോടും അവളുടെ അമ്മ അവൻ്റെ കൂടെ ചെന്നിരുന്ന് പഠിക്കാൻ പറയുകയാണ്. ഹീറോയിനും അവൻ്റെ പുറകെ ചെല്ലുകയാണ്. ഹീറോയിൻ അവൻ്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ മൊത്തം ഇംഗ്ലീഷ് ബുക്കാണ്. ഇത്ര ഇംഗ്ലീഷ് ബുക്ക് എന്നുള്ള ആശ്ചര്യത്തോടെ ചിന്തിച്ച് അവനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ നിനക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ബുക്ക് എടുത്ത് പഠിക്കുക, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെങ്കിൽ സാങ്ങിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുക, നിനക്ക് അഥവാ ഫ്രണ്ട് ആവണമെങ്കിൽ ജിൻഷിയുടെ അടുത്തേക്ക് ചെല്ലുക, അല്ലാതെ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറയുമ്പോൾ ഇവൻ എന്താ ഇങ്ങനെയെന്ന് അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് എന്നെപ്പോലുള്ള പയ്യന്മാരെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, എന്തായാലും ഈ കോളേജ് കഴിയുന്നിടം വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എല്ലാവരും പല വഴിക്ക് പോകും, അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ എൻ്റെ കാര്യം നോക്കി പോകാം, എനിക്കതിൽ വിഷമവുമില്ല. ഹീറോയിൻ അവിടെ ഇരിക്കുന്ന ബുക്കൊക്കെ കണ്ടിട്ട് അപ്പോൾ നീ എബ്രോഡ് പോകാനാണോ, സാങ്ങിനും അതേ ആഗ്രഹമാണെന്ന് പറയുമ്പോൾ സാങ്ങിനേക്കാളും മുന്നേ എനിക്ക് എബ്രോഡ് പോകണമെന്നാണ്. നമ്മുടെ സ്കൂളിലുള്ള എല്ലാവരും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇല്ലേ നീ സാങ്ങിനോട് ചോദിക്കാൻ പറയുമ്പോൾ അതേസമയം സാങ് അവിടേക്ക് വരികയാണ്. എനിക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പഠിക്കാൻ പോകാമെന്നും പറഞ്ഞ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവിടെ വന്ന് പോവുകയാണ്. ഹീറോയിൻ പോകുന്ന കണ്ടിട്ട് അവന് ചെറുതായിട്ടൊരു വിഷമം വന്നിട്ട് അവൻ്റെ റൂം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഫുള്ള് സർട്ടിഫിക്കറ്റ്സ് ആണ്. ശശിയും സാങ്ങിൻ്റെ ഹീറോയിനും കൂടെ പഠിക്കാൻ വന്നിരിക്കുകയാണ്. അവളുടെ അമ്മ നീ എന്തെന്ന് പിയാനോ ക്ലാസ്സിന് പോകാഞ്ഞത്, ഞാൻ എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ വീട്ടിലാണ് കമ്പൈൻ ക്ലാസ്സിന് പോയിരുന്നു, നീ ഈ എക്സാമിന് നന്നായിട്ട് എഴുതിയിട്ടില്ലല്ലോ, നീ ഇനിയും വരുന്ന എക്സാമിന് നന്നായിട്ട് എഴുതിയില്ല, നിൻ്റെ ട്യൂട്ടറെ ഞാൻ മാറ്റും. ശശി ഇതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ പഠിക്കാൻ വരുന്നില്ല, നീ ആകെ 2 ദിവസമല്ലേ ഇവിടേക്ക് വന്നുള്ളൂ, പിന്നെന്താ ഇങ്ങനെ തീരുമാനിക്കാനെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ അങ്ങനെ പണം മുടക്കിയാൽ മാത്രമേ നല്ലത് കിട്ടുമെന്ന വിചാരം. ഹീറോയിൻ അതൊക്കെ കേട്ടിട്ട് നമുക്ക് നോക്കാം, നിങ്ങളുടെ അവരുടെ അംബിഷൻ എന്താണെന്ന് ചോദിക്കുകയാണ്. ശശിയാണെങ്കിൽ എനിക്കൊരു റൈറ്റർ ആണെന്ന് പറയുന്നത്. സാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇത് കേട്ട ജിൻഷി നീ എന്താ ഇങ്ങനെ, നിൻ്റെ അമ്മയാണെങ്കിൽ നിന്നെ എബ്രോഡ് വിടാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്, എബ്രോഡ് വിടാൻ വേണ്ടിയോ, അത് ഇത്രയും കോമ്പറ്റീഷനൊക്കെ വിട്ടത് വെറുതെ ആണെന്നാണ് വിചാരം, ഇവനെ അബ്രോഡ് വിടാൻ വേണ്ടി തീരുമാനിച്ചതാണ്. കേൾക്കുമ്പോൾ തന്നെ പാവം തോന്നും, ഇങ്ങനെ ഓരോന്നൊക്കെ തീരുമാനിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ എവിടെ എത്താനാണ്. ഇത് കേട്ട സാങ്ങിൻ്റെ മോഹമെന്ന് പാടുന്നുണ്ട്. ഞാൻ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് മരങ്ങൾ തന്നെ വളരും, എന്നാൽ മനുഷ്യൻ ഇമോഷൻസ് ഇല്ലേ. അടുത്ത സീനിൽ അവരെല്ലാവരും പഠിച്ചു കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ജിൻഷി ശിശിയുടെ പുറകെ തന്നെ ചെല്ലുകയാണ്. നീ എന്തിനാ എൻ്റെ പുറകെ വരുന്നത്, എനിക്കിവിടെ ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ട്, അതിന് വേണ്ടി പോകുക, അല്ല നിന്നെ ഫോളോ ചെയ്ത് വന്നൊന്നുമല്ല. എങ്ങനെ ശരിയെന്നും പറഞ്ഞവൾ പോകാൻ തുടങ്ങുമ്പോൾ നീ എന്നെ വിശ്വസിച്ചില്ലേ, ശരിക്കും എനിക്ക് ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ട്, അടുത്ത ആഴ്ച കോമ്പറ്റീഷനാണ്, നീ കാണാൻ വരുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കതിലും പ്രധാനം ഇപ്പോൾ പഠിക്കുന്നതാണ്, ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകാമെന്നും പറഞ്ഞ് അവൾ അവിടെ വന്ന് പോവുകയാണ്. ഇവളെന്ത് ഇങ്ങനെയൊന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം ഹീറോയിൻ ഇവർ രണ്ടുപേരും എന്നെ ഒറ്റയ്ക്കാക്കി പോയല്ലോ എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അടുത്ത സീനിൽ സാങ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ്റെ അമ്മ നീ ടോപ്പ് 5 യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ടിയാൻ്റെ അമ്മയുടെ മുഖം കാണുമായിരുന്നു. എനിക്ക് അതിലും വലിയ സന്തോഷമില്ലെന്നും പറഞ്ഞ് അവർ ചിരിക്കുകയാണ്. അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ പഠിക്കാത്തതുകൊണ്ട് അവരെന്നെ എന്തുമാത്രം കളിയാക്കിയിട്ടുണ്ടെന്ന് പറയാമോ, നീ വേണം നമ്മുടെ ഫാമിലിയുടെ അഭിമാനം കാക്കാൻ. അപ്പോഴാണ് അവൻ ഹീറോയിൻ പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്. ഇങ്ങനെ പ്ലാൻ ചെയ്ത് ജീവിച്ചിട്ട് എന്തെടുക്കാനെന്ന് അവൻ തന്നെ ഒന്ന് ചിന്തിക്കുകയാണ്. അടുത്ത സീനിൽ ഹീറോയിനെ കാണിക്കണം. അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അവളുടെ അച്ഛൻ വളരെയധികം സന്തോഷത്തോടെ അവളെ എടുത്ത് പോക്കുകയാണ്. അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനറിയാമോ, അച്ഛനില്ലാത്തതുകൊണ്ട് ഈ അമ്മ എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കി തരില്ലെന്നും പറഞ്ഞ് അവൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു വോക്കിന് പോവുകയാണ്. ഹീറോയിൻ അവളുടെ പേരൻസിനോട് ഞാൻ എന്താണോ എന്നാണ് നിങ്ങളുടെ ആഗ്രഹം, സാങ്ങിൻ്റെയും ജിൻഷിയുടെയും പേരൻസ് അവരെന്താണോ എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ എന്താണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നിന്നെക്കുറിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, നിനക്ക് എന്ത് വേണമെങ്കിലും ആവും, നിങ്ങളത് ഇങ്ങനെ പറയുന്നത് ഞങ്ങളുടെ സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്, എനിക്കും പ്ലാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് നീ പ്ലാൻ ചെയ്തു, ലൈഫ് ഒരു കോമ്പറ്റീഷൻ ഒന്നുമല്ലോ, നിനക്ക് എന്താണോ തോന്നുന്നത് അത് നീ ചെയ്യും. അടുത്ത സീനിൽ ജിൻഷിയാണ് കാണിക്കുന്നത്. അവൻ കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അടുത്ത് തന്നെ സാങ് ഇരിപ്പുണ്ട്. അവൻ ഹീറോയിൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അവനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം അവൻ്റെ സാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്ക് ക്ലാസ് മാറണമെന്ന് പറയുകയാണ്. നീ എന്തായി പറയുന്നത്, നീ ആ കോമ്പറ്റീഷൻ 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് പോയത്, അത് മാത്രമല്ല ഇപ്പോൾ ക്ലാസ് മാറണമെന്നോ, ആ 20 മിനിറ്റ് ലേറ്റായി പോയത് ട്രാഫിക് കാരണമാണ്, എന്തായാലും ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി, എനിക്ക് ക്ലാസ് മാറണമെന്ന്
എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.